ആര്? ആരാ പറഞ്ഞത്? നിന്നോട് ഇങ്ങനെയൊക്കെ എൻ്റെ മോളെപ്പറ്റി പറഞ്ഞതാരാ? അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ പെട്ടെന്ന് വല്ലാതെയായി. ഒരിക്കലും അവൻ്റെ പേര് പറയരുതെന്ന് അവൻ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാതെ നാവിൽ നിന്നും വീണു പോയതാണ്. അവൻ്റെ പേര് പറയാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ ആ ചേട്ടനോട് കാണിക്കുന്ന വിശ്വാസവഞ്ചനയായി പോകും. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തന്നെയുമല്ല, താൻ റിനോഷ് ചേട്ടന് വാക്കു കൊടുക്കുകയും ചെയ്തു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കുന്ന രീതിയിൽ ഒരിക്കലും ചേട്ടൻ്റെ പേര് ഇതിൽ വലിച്ചിടില്ല എന്ന്. ഇതുപോലും അഭിയേട്ടനോട് ചോദിക്കരുതെന്ന് പറഞ്ഞതാ. പക്ഷെ മനസ്സിലൊന്ന് വെച്ച് മറ്റൊന്ന് പെരുമാറാൻ തനിക്കറിയില്ല. അവൾ മനസ്സിൽ ചിന്തിച്ചു. അമ്മു, നീ എന്തോ ഒന്നും മിണ്ടാത്തത്? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അതെനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ. അത്രയും മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. പറ്റുമെങ്കിൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുവോ? എനിക്കിവിടെ നിൽക്കുന്തോറും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. സൗകര്യമില്ല. നിനക്കെന്നോട് ഇതൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ എനിക്ക് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാനും കഴിയില്ല. നിന്നെ വീട്ടിൽ കൊണ്ട് നിർത്താനല്ല ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. നീ എൻ്റെ ഭാര്യയാണ്. നീ താമസിക്കേണ്ടത് എൻ്റെ കൂടെയാ. അവനും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? ചതിച്ചു കെട്ടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്തതും നിങ്ങളുടെ പെങ്ങൾക്ക് പറ്റിയതുമെല്ലാം ഒരുപോലെ തന്നെയാ. അവളെ വിശ്വസിച്ച് ഒരുത്തൻ ചതിച്ചതുപോലെയാ ഇപ്പം നിങ്ങളും എന്നോട് ചെയ്തത്. അപ്പോൾ നിങ്ങളും അയാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ഡീ, അത് കേട്ടതും അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പന്ന മോളെ, എന്നെയും അവനെയും തമ്മിൽ നീ താരതമ്യം ചെയ്യുന്നോ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഇനിയും ചോദിക്കും. നിങ്ങൾ അങ്ങനെ തന്നെയാ. ഏട്ടൻ്റെ കാര്യം തന്നെയാ വലുത്. സ്വാർത്ഥതയാ ഏട്ടന്. സ്വന്തം നേട്ടത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞതും. ആണടി, ഞാൻ സ്വാർത്ഥനാ. ചുറ്റിനും അമ്മയും അച്ഛനും ആങ്ങളെയൊക്കെയുള്ള നിനക്ക് ഒരനാഥൻ്റെ വേദന അറിയില്ല. പെട്ടെന്നൊരു ദിവസം അച്ഛനെയും അമ്മയും പെങ്ങളെ നഷ്ടപ്പെട്ടവൻ്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയവൻ സ്വാർത്ഥം തന്നെയാടി. ഞാൻ സ്വാർത്ഥം തന്നെയാ. അതുകൊണ്ടാടി നിന്നെ ഞാൻ കെട്ടിയത്. ഞാൻ നിന്നെ സ്നേഹിച്ചത്, പ്രണയിച്ചത് ഒക്കെ എൻ്റെ സ്വാർത്ഥതയാ. നഷ്ടപ്പെടും, വീണ്ടും എനിക്ക് ആരുമില്ലാതെയായി പോകും എന്നൊക്കെ പേടിച്ചിട്ട് തന്നെയാ നിന്നോട് ഞാൻ ഒന്നും പറയാഞ്ഞത്. എല്ലാം എൻ്റെ സ്വാർത്ഥത തന്നെയാ. നീ പറയണ്ട. നിന്നോട് ആരാ ഇത് പറഞ്ഞതെന്ന് നീ പറയണ്ട. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ. പറഞ്ഞവൻ എൻ്റെ മോളെപ്പറ്റി പറഞ്ഞതൊക്കെ കള്ളാ. എൻ്റെ മോൾ അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ്റെയും കൂടെ പോയി കിടക്കില്ല. അല്ല, എൻ്റെ പെങ്ങളെപ്പറ്റി പറയാൻ നിനക്കെന്ത് യോഗ്യതയാ ഉള്ളത്? നിന്റെ ശരീരം ഞാൻ കണ്ടത് കല്യാണത്തിന് ശേഷമാണോ? അല്ലല്ലോ. നിന്റെ ഈ ശരീരത്തിൽ എൻ്റെ കൈകൾ പതിഞ്ഞത് കല്യാണത്തിന് ശേഷമാണോ? ആണോ? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ എന്തിനാ വെറുമൊരു സാറായ എന്നെ നിന്റെ ശരീരത്തിൽ തൊടാൻ അനുവദിച്ചത്? നിന്നെ ചുംബിക്കാൻ നീ സമ്മതിച്ചത്? കിടന്നു തന്നില്ലെങ്കിലും കല്യാണത്തിന് മുൻപ് നിനക്കും എനിക്കും ഇടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയാലോ അല്ലേ? അതിനൊക്കെ മൗനസമ്മതം നീ എനിക്ക് തന്നിട്ടുമുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അവൾ പറയുന്നത് കേട്ട് അവൻ ഞെട്ടി. എടി, നിന്നെ കല്യാണത്തിന് മുൻപേ എനിക്ക് കൂടെ കിടത്തായിരുന്നു. നീ കിടന്നും തന്നേനെ. ഞാനത് ചെയ്യാഞ്ഞത് എൻ്റെ മാന്യത. അവളാ എൻ്റെ പെങ്ങളെപ്പറ്റി പറയുന്നേ. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന എനിക്ക് വേണമെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടിയും ചെയ്യാമായിരുന്നു പലതും. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അവയെ തുടച്ചു. നീ പറയണ്ട, എനിക്കറിയാൻ വേണ്ട. പക്ഷെ ഒന്നോർത്തോ, പറഞ്ഞത് ആരാണെങ്കിലും അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല പറഞ്ഞത്. അത് നിനക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന്. 2 വർഷം സിദ്ധു ഒറ്റയ്ക്കായിരുന്നു. നിന്നെ പരിചയപ്പെട്ട കുറച്ച് നാൾ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നി. സാരമില്ല, നീ പൊയ്ക്കോ. നിന്റെ ഏട്ടൻ കുറച്ചു കഴിഞ്ഞ് വരും. അവൻ്റെ കൂടെ നീ പൊയ്ക്കോ. അവൻ അതും പറഞ്ഞു പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ അവനെ പിടിച്ചു നിർത്തിയതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. എന്നെ ഒന്ന് കൊന്നിട്ട് പോകുമോ അഭിയേട്ടാ? ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് കൊല്ലുന്നതാ അഭിയേട്ടാ. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവനെ നോക്കി പറഞ്ഞു. അതിനവൻ ഉത്തരം ഒന്നും പറഞ്ഞില്ല. ഞാനെന്ന് അങ്ങനെയൊക്കെ സമ്മതിച്ചത് ഏട്ടൻ അങ്ങനെയാണോ കരുതി? ഏട്ടാ, അങ്ങനെയായിരുന്നു അഭിയേട്ടൻ്റെ മനസ്സിൽ? ഒരു പെണ്ണ് അവൾ സ്നേഹിക്കുന്ന ആളിന് മുമ്പേ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്നത് അവൾ മോശപ്പെട്ടവളായതുകൊണ്ടാണോ? വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അഭിയേട്ടാ? സ്നേഹിക്കുന്നവനെ അത്രയും വിശ്വസിച്ച് പോയതുകൊണ്ടല്ലേ? ആരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയില്ല. സിദ്ധിയെ എനിക്കറിയില്ല. നിങ്ങളൊക്കെ അടുത്തറിയാവുന്ന ആൾ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ശരിയാ, എനിക്കറിയാത്തൊരു കാര്യത്തിനെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അഭിയേട്ടൻ എന്നെ അറിയില്ലേ? ഞാൻ എങ്ങനെയാണെന്ന് ഏട്ടനറിയില്ലേ? ആ ഏട്ടൻ തന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ തോറ്റു പോവാ. ജീവനോടെ കൊല്ലുന്ന വേദന തോന്നും അഭിയേട്ടാ. ഓരോ നിമിഷവും അഭിയേട്ടനെ തൊട്ടപ്പോൾ ഒരിക്കൽ പോലും ഈ കണ്ണുകളിൽ സ്പർശനത്തിൽ എനിക്ക് പ്രണയമല്ലാതെ ഒന്നും തോന്നിയിരുന്നില്ല. അങ്ങനെ തോന്നിയെങ്കിൽ
ഞാനതിന് സമ്മതിക്കില്ലായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ട് പറഞ്ഞതും അവൻ ഒന്നും മിണ്ടാതെ അവളുടെ കൈവിട്ടിട്ട് പുറത്തേക്കിറങ്ങി. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ കാതുകളിൽ അലയടിച്ച് കേട്ടുകൊണ്ടിരുന്നു. അത് വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകൾ നിറച്ചു. പുറത്തേക്കിറങ്ങി അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. സിദ്ധിയെപ്പറ്റി മോശമായിട്ട് വീണ്ടും വീണ്ടും അവൾ പറയുന്നത് കേട്ടപ്പോഴും താൻ ചോദിച്ചിട്ട് അവളോട് അങ്ങനെയൊക്കെ ആളാരാണെന്ന് അവൾ പറയാഞ്ഞതിലുമുള്ള ദേഷ്യത്തിൽ നിയന്ത്രണം തെറ്റിപ്പോയി. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ ഒരിക്കൽ പോലും അമ്മു അങ്ങനെയാണെന്ന് താൻ ചിന്തിച്ചിട്ടില്ല. ആദ്യമായി തൻ്റെ മുൻപിൽ നഗ്നയായി അവൾ നിൽക്കേണ്ടി വന്നപ്പോൾ അവളുടെ സങ്കടം താൻ കണ്ടതാണ്. അങ്ങനെയൊന്നും പറയേണ്ടായിരുന്നു. ഇപ്പോൾ ഞാനവളെ മോശക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചതുപോലെ ആയിപ്പോയി. ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും അവൾക്കിനി ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഓരോന്നും ആലോചിച്ചുകൊണ്ട് സോഫയിലേക്കിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. തരുണായിരുന്നു. അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. സിദ്ധു, പിന്നെ അനന്തം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫയൽ എവിടെയാണ് നീ വെച്ചിരിക്കുന്നത്? തരുൺ സംശയത്തോടെ അവനോട് ചോദിച്ചു. അതിൻ്റെ റൂമിൽ ഷെൽഫിൽ എവിടെയെങ്കിലും കാണൂടാ, നീ നോക്ക്. സിദ്ധു മറുപടി പറഞ്ഞു. എന്താ, എന്തു പറ്റി സിദ്ധു? നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അവൻ വീണ്ടും ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, നീ അവിടെ എവിടെയെങ്കിലും നോക്ക്. സിദ്ധു വീണ്ടും മറുപടി പറഞ്ഞു. സിദ്ധു, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. നിനക്കെന്തോ നല്ലതുപോലെ വിഷമമുണ്ട്. അത് മനസ്സിലാക്കാൻ നിന്നെ എനിക്ക് നേരെ കാണണമെന്നില്ല. നീ കാര്യം പറ, എന്താ പ്രശ്നം? അമ്മുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? തരുൺ സംശയത്തോടെ അവനോട് ചോദിച്ചതും സിദ്ധു നടന്നതൊക്കെ അവനോട് പറഞ്ഞു. അതിന് നീ അവളെ തല്ലിയോ? സമാധാനമായിട്ട് അവളോടത് ആരാന്ന് പറഞ്ഞതെന്ന് ചോദിക്കാനുള്ളതിന് അവളെ തല്ലിയതുകൊണ്ട് നിനക്ക് എന്താടാ പ്രയോജനം? തരുൺ അവനെ വഴക്ക് പറഞ്ഞു. എടാ, ചെയ്തത് തെറ്റായിപ്പോയി, എനിക്കറിയാം. പക്ഷെ ഇപ്പം അത് മാത്രമല്ല പ്രശ്നം. പിന്നെ? തരുൺ സംശയത്തോടെ ചോദിച്ചു. സിദ്ധു അവനെ അമ്മുവിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. എൻ്റെ പൊന്നു സിദ്ധു, നീ ഇപ്പം എന്തൊക്കെയാണ് അവളോട് പറഞ്ഞതെന്ന് നിനക്ക് ബോധമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവളുടെ ഭർത്താവായിട്ട് ജീവിക്കുന്ന നീ അവളെപ്പറ്റി പറയേണ്ട കാര്യങ്ങളാണോ അത് നീ അവളെ സംശയിക്കുന്നതിന് തുല്യമല്ലേ സിദ്ധു? അശ്വിൻ അല്ല അത് പറഞ്ഞതെങ്കിൽ അത് ആരാണെന്ന് വേണം ആദ്യം അന്വേഷിക്കാൻ. അല്ലാതെ അവളെ തല്ലുകയും ഇതുപോലെ അവളോട് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. തരുൺ അവനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അവളെൻ്റെ സിദ്ധിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങനെയാണോ എൻ്റെ മരിച്ചുപോയ സിദ്ധിയെപ്പറ്റി അവൾ പറയേണ്ടത്? സിദ്ധു ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. എടാ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ അറിയാവുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് അവളോട് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥിതിക്ക് പുറത്തു നിന്ന് വന്ന അവൾ അത് വിശ്വസിക്കും. അതിന് അവളെ തെറ്റു പറയാൻ പറ്റില്ല. അതിൻ്റെ കൂടെ നീ അവളെ ചതിച്ചത് കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. അതിൻ്റെ ഒരു ദേഷ്യം വിഷമോ അവളിപ്പോൾ നിന്നോട് കാണിച്ചത്. അത് മനസ്സിലാക്കി അവളെ കൂളാക്കുകയായിരുന്നു നീ ചെയ്യേണ്ടത്. പക്ഷെ അവിടെ നീ അത് ചെയ്യാതെ പകരം അവളെ തിരിച്ചു കുറ്റപ്പെടുത്തി. നീ അവളെ ഇപ്പോൾ തല്ലിയതിനേക്കാൾ ഇപ്പം നീ അവളോട് പറഞ്ഞ വാക്കുകളായിരിക്കും അവളെ കൂടുതൽ വേദനിപ്പിച്ചത്. അതൊരിക്കലും ഇനി അവൾ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഓരോ തവണ നീ അവളുടെ ശരീരത്തിൽ തൊടുമ്പോഴും നീ പറഞ്ഞ വാക്കുകളായിരിക്കും അവൾ മനസ്സിൽ ഓർക്കുന്നത്. ഏൽക്കുന്ന വേദനയേക്കാൾ വലുതാ സിദ്ധു മനസ്സിന് കൊടുക്കുന്ന വേദന. അത് ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലാവുമല്ലോ. കാരണം നീ അത് കൂടുതൽ അനുഭവിച്ചതാ. തരുൺ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. എനിക്കറിയാടാ, പക്ഷെ പെട്ടെന്ന് എൻ്റെ കൈവിട്ട് പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു പോയ തെറ്റിന് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ. പക്ഷെ അവൾ എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ തീരുമാനിച്ചാൽ പിന്നെ സിദ്ധു ഉണ്ടാവില്ല. സിദ്ധു തിരികെ പറഞ്ഞു. തരുൺ ആകെ വിഷമത്തിലായി. അവരെ രണ്ടുപേരെയും തെറ്റ് പറയാൻ പറ്റില്ല. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അതുപോലെ രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയാണ്. പേരും പരസ്പരം ഒന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രശ്നത്തിന് മുകളിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അവൻ മനസ്സിൽ ചിന്തിച്ചു. എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി ഞാൻ എന്താടാ ചെയ്യേണ്ടത്? സിദ്ധു വിഷമത്തോടെ അവനോട് ചോദിച്ചു. നീ വിഷമിക്കാതിരിക്കുക. അശ്വിൻ എന്തോ പറയാൻ വേണ്ടി വരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെന്താണെന്ന് നീ നോക്ക്. പറ്റുമെങ്കിൽ അശ്വിനോട് ഇതൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞിട്ട് അവനെക്കൊണ്ട് അമ്മുവിനോടൊന്ന് സംസാരിപ്പിക്കാൻ നോക്ക്. ചിലപ്പോൾ അവൻ പറഞ്ഞാൽ അവൾ മനസ്സിലാക്കുമായിരിക്കും. തരുൺ പറഞ്ഞതും സിദ്ധു അതിനൊന്ന് മൂളി. അല്ല സിദ്ധു, ഈ കാര്യങ്ങളൊക്കെ എനിക്കും നിനക്കും അശ്വിനും അല്ലാതെ മറ്റാർക്കാ അറിയാവുന്നത്? അമ്മു പറഞ്ഞത് നിന്നെ സിദ്ധിയൊക്കെ അറിയാവുന്ന ഒരാളാണ് അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നല്ലേ? അപ്പോൾ അത് നിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെയായിരിക്കും അല്ലേ? ആദിത്യയാണോ? തരുൺ സംശയത്തോട് ചോദിച്ചു. ഏയ്, അവളിവിടെ ഇല്ലടാ. അവൾ 2 ദിവസം മുമ്പ് തന്നെ വീട്ടിലേക്ക് തിരികെ പോയിരുന്നു. തന്നെയല്ല, അവൾക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. സിദ്ധു അവനോട് മറുപടി പറഞ്ഞു. പിന്നെ ആർക്കാ ഞങ്ങളെ കൂടാതെ ഇതൊക്കെ അറിയാവുന്നത്? തരുൺ സംശയത്തോടെ അവനോട് ചോദിച്ചു. എടാ, ഞാനിതൊക്കെ റിനോഷിനോട് പറഞ്ഞിരുന്നു. സിദ്ധു മറുപടി പറഞ്ഞു. നീ എന്തിനാ സിദ്ധു ഇതൊക്കെ അവനോട് പറയാൻ പോയത്? നിനക്കറിയാലോ, ഒന്നാമത് എനിക്ക് നീയും അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല. ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവൻ ഒരുപാട് സ്വാതന്ത്ര്യം നീ വീട്ടിൽ കൊടുക്കരുതെന്ന്. അത് കേട്ടതും തരുൺ ദേഷ്യത്തോടെ പറഞ്ഞു. എടാ, അവനിപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. സിദ്ധു പറഞ്ഞു. സിദ്ധു, അവൻ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും എനിക്ക് അവനെ ഒട്ടും വിശ്വാസമില്ല. നീ പണ്ട് അവനെ ഒറ്റിക്കൊടുത്തത് എന്തായാലും അവൻ മറക്കാൻ പോകുന്നില്ല. ആ ദേഷ്യം എന്തായാലും അവന് നിന്നോട് കാണും. തരുൺ പറഞ്ഞു. ഏയ്, അത് ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവൻ അതൊന്നും മനസ്സിൽ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ആ പ്രായത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ. ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുമല്ലേ. സിദ്ധു പറഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് അവനെ അത്ര അറിയില്ല. നീ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്ക് അവനെ പറ്റിയുള്ളൂ. പിന്നെ പണ്ട് നിങ്ങൾക്കിടയിൽ നടന്നത് ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ
ഒരിക്കലും അവൻ നിന്നെ നല്ലൊരു സുഹൃത്തായിട്ട് കാണില്ല. അമ്മു പറഞ്ഞത് നിന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്നാ. അതും ഇതൊക്കെ അറിയാവുന്ന ഒരാൾ. ആ ഒരാൾ എന്തുകൊണ്ട് അവനായിക്കൂടെ? ഒന്ന് ആലോചിച്ച് നോക്ക് സിദ്ധു. അങ്ങനെ തീർത്തും അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് നീ വിശ്വസിക്കരുത്. പിന്നെ നീ അവളൊന്ന് ഓക്കെ ആകുമ്പോൾ അവളോടൊന്ന് മയത്തി സംസാരിക്കുക. എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഒരു ബന്ധം അറുത്തെറിയാൻ എളുപ്പമാണ്. ആ എളുപ്പം ഒരു ബന്ധം കൂട്ടിച്ചേർക്കാൻ കിട്ടിയെന്ന് വരില്ല. അവൻ പറഞ്ഞതും സിദ്ധു അമ്മുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. അതൊക്കെ ഓർമ്മയിൽ വന്നതും അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു.